ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമുക്ക് വലിയ ക്യാഷ് മുടക്കൊന്നും ഇല്ലാത്ത അടിപൊളി, അതായത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഉള്ളതാണ് അരി, ചോറ് വെക്കുന്ന നമ്മുടെ ചോറാണ് ഇന്നത്തെ നമ്മുടെ താരം. ചോറ് വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം, അത് രണ്ടുമേ ഉള്ളൂ. വേറെ നമുക്ക് ഒത്തിരി പൈസ ചിലവായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല. അപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ എൻ്റെ കയ്യിൽ പരീക്ഷിച്ച് കാണിച്ചു തരാം. ഞാൻ എൻ്റെ മുഖത്ത് പരീക്ഷിച്ച കാര്യമാണിത്. അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ചോറ്, അതായത് ഒരു 2-3 സ്പൂൺ ചോറ്, ആ സ്പൂൺ 2-3 സ്പൂൺ ചോറ് കുതിരാനുള്ള അത്രയും കഞ്ഞിവെള്ളം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലടിക്കുക. നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിക്കുക. നല്ല പേസ്റ്റായിട്ട് അടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രീമി ലുക്ക് വരും. നല്ല ക്രീം പോലെ ഇരിക്കും, വൈറ്റ് ഒരു ക്രീം പോലെ. അതാണ് ഞാൻ അടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി ഒരു പാക്കാണിത്, ഫേസ് പാക്കാണ്. അടിപൊളി ഒരു ക്രീം. അപ്പം കണ്ടോ, ഞാൻ ആ അരച്ച് വെച്ചിരിക്കുന്ന ക്രീം ഞാൻ എടുക്കുവാണ്. കണ്ടോ, ക്രീം അരച്ച് വെച്ചത്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ തേച്ച് കാണിക്കാം. അതായത് കണ്ടോ, ക്രീം പരുവായി. കണ്ടോ, ചോറും കഞ്ഞിവെള്ളം കൂടെ അരച്ചതാണ്. കണ്ടോ, അതെ. ഇതൊക്കെ കണ്ടോ, ഞാൻ ഇപ്പം അരച്ച് വെച്ചത് ഞാനത് പുരട്ടി, അത് ഉണങ്ങി, അത് വാഷ് ചെയ്തതാണേ. ഇപ്പം നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഗുണമെന്ന് വെച്ചാൽ, നമ്മുടെ ചർമ്മത്തിലെ റിങ്കിൾസ് എല്ലാം പോവും, പതിയെ മായാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഈ മുഖക്കുരു എന്ന പാടൊക്കെ ഇല്ലേ, കറുത്ത പാടൊക്കെ ഇല്ലേ, അതൊക്കെ മാറി ചെറുതായിട്ട് അത് ലൈറ്റായി നമ്മുടെ സ്കിൻ ടോൺ കളറായിട്ട് വരും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടോണ് നമ്മുടെ സ്കിന്നിൻ്റെ ടോണിനെക്കാട്ടിലും 1-2 ഷെയ്ഡ് കൂടുതലായിട്ട് നമുക്കായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കുമേ. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവരും എനിക്ക് കമൻറ്റ് ഇടണേ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് നമുക്കിത് ദിവസേന ഉപയോഗിക്കാം. നമുക്ക് ഇപ്പം കടയിൽ പോയി ഒത്തിരി രൂപയുടെ ക്രീമുകളൊന്നും നമുക്ക് വാങ്ങിക്കാനൊന്നും പറ്റാത്തവരൊക്കെ കാണും. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ക്യാഷ് കൊടുത്ത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും നമുക്ക് മേടിച്ചും ഇല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിയോ ഒക്കെ നമുക്ക് ക്രീം പുരട്ടാനോ ഒന്നും പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്കിതുണ്ടാക്കി നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം മറക്കണ്ട, ഈ ഒരൊറ്റ ഫേസിൽ ഇടുന്ന ഈ പാക്ക്, ഇല്ലെങ്കിൽ ക്രീമെന്ന് നമുക്ക് പറയാം, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചോറും കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ക്രീം പരുവത്തിലിരിക്കുന്നില്ലേ, കണ്ടോ, കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ക്രീം ടെക്സ്ചറിലാണ് ഈ സംഭവം. അപ്പം നമുക്കിത് നന്നായിട്ട്, ഞാനിത് ഇത്രയും ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് മുഖത്ത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് തേക്കാം. ദേഹത്തൊക്കെ എവിടെ വേണമെങ്കിലും നമുക്കിത് തേക്കാവേ.
അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് എന്നോട് പറയണേ, എനിക്ക് കമൻ്റ് ഇടണം. ഇത് ആഴ്ചയിൽ ഒരു 2 ആഴ്ച ഒന്ന് തുടർച്ചയായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കിക്കേ. ഏതെങ്കിലും ഒരു സമയം ഒരു 10-15 മിനിറ്റ്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്താണെങ്കിലും ചോറ് വെക്കുന്നതാണ് നമ്മൾ മലയാളികൾ. എന്താണേലും ചോറ് വെക്കും നമ്മുടെ വീട്ടിൽ. ഒരു ദിവസമെങ്കിലും ചോറ് വെക്കാതിരിക്കുകയില്ല. അപ്പോൾ ആ ചോറിൽ ഒരു സ്പൂണോ 2 സ്പൂണോ, ഇപ്പോൾ നമുക്ക് ഞാനിതെന്ന് പറയുമ്പോൾ ഞാനത് 3 സ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 സ്പൂൺ കഞ്ഞിവെള്ളവും കൂടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് കയ്യിലും കാലയിലും ഒക്കെ ഒന്ന് പുരട്ടാനും മുഖത്തും എല്ലാം കൂടി പുരട്ടാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇത് നമുക്ക് വേണേൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ പാത്രത്തിൽ ഈ ക്രീം എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം കാണരുത് കേട്ടോ. വെള്ളം ഇല്ലാതെ നല്ലതായിട്ടുള്ള നല്ലൊരു എയർ കണ്ടെയ്നർ ബൗളിനകത്തെടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ അടച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് 1-2 ആഴ്ച വരെ നമുക്കിത് സുഖമായിട്ട് ഫ്രിഡ്ജിലിരുന്നോളും, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു കണ്ടെയ്നറിൽ പിന്നെ നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഉണങ്ങിയ വെള്ളമൊന്നും ഇല്ലാത്ത നനവില്ലാത്തൊരു സ്പൂൺ ഇട്ട് വേണം നമ്മൾ ഈ ക്രീം എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലോ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാൻ. അല്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുക്കരുത് കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടായിപ്പോവും. നമ്മൾ ഇത്രയും ഇപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ വെക്കണമെങ്കിൽ, ഞാനിതിപ്പം എനിക്ക് 1 ആഴ്ചത്തേക്കുള്ള ഒരു സംഭവമാണ് ഞാനിത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 1 ആഴ്ചയോ ഇല്ല 4-5 ദിവസത്തേക്കോ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ഇത്. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് തീർന്നാൽ തന്നെ നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ളൊരു സാധനമല്ലേ കഞ്ഞിവെള്ളവും ഈ ചോറും എന്ന് പറയുന്നത്. അത് നമുക്ക് വേറെ പ്രത്യേകിച്ച് കടയിൽ പോയി വാങ്ങിക്കേണ്ടതോ ഇല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ചോറ് അരി നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കണം, അത് പക്ഷേ ശരിയാണ്. പക്ഷെ അതല്ല, നമുക്കിത് നമ്മുടെ വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ ഇത്. കഞ്ഞിവെള്ളവും എല്ലാവരുടെയും വീട്ടിലുണ്ട്, ചോറ് എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്ന ആ ഒരു ചോറ് തന്നെ നമ്മുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ഒന്ന് നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 1 ആഴ്ച കണ്ടിന്യൂസ് നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കിത് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല അടിപൊളി ടിപ്പാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ പോലും ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടിപൊളിയായിട്ട് സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പം ആദ്യത്തെ 1 ആഴ്ച കണ്ടിന്യൂസ് നമ്മളിത് പുരട്ടുക. ആഴ്ചയിലൊരു എല്ലാ ദിവസവും 1 ആഴ്ച ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് നേരം ഇത് നമ്മൾ തേച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ 1 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോൾ പതിയെ അത് നമ്മൾ എല്ലാ ആഴ്ചയിലൊന്ന് ഉള്ളത് നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമാക്കി മാറ്റുക. പിന്നെ അത് പതുക്കെ പിന്നെയും നമ്മുടെ ഇതിൽ സ്കിന്നിൽ നമുക്ക് ബ്രൈറ്റൻ വെച്ച് കാണുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അത് മാസത്തിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആ മാസത്തിൽ 2 പ്രാവശ്യം എന്നുള്ളത് നമ്മളങ്ങ് കണ്ടിന്യൂസ് അങ്ങ് ചെയ്യുക. അപ്പം ഓക്കെ.